ഹലോ. ഒരു ഈവനിങ്ങിൽ ഞങ്ങളിങ്ങനെ ടി വി കണ്ട് ഫോണൊന്നൊക്കെ നോക്കിയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, വിശക്കണു, എന്തെങ്കിലും ഉണ്ടാക്കിത്താന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം അമ്മ ഇരുന്നല്ലേ ഉള്ളൂ, നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് പറയുക പറഞ്ഞേ. അപ്പോൾ അച്ഛൻ അവരുടെ അടുത്ത് ഒരു റെസിപ്പീനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ടാണ് കേട്ടോ അവർ അച്ഛനെ വന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ടി വി കാണട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർ സമ്മതിച്ചില്ല. അച്ഛൻ ഇപ്പം തന്നെ വന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആൾ അടുക്കളയിലൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് ആലോചിക്കുന്നുണ്ട്. ആദ്യം കോഴിമുട്ടയിൽ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ കോഴിമുട്ട ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു കാടാമുട്ട വെച്ചിട്ട് ഉണ്ടാക്കി തരാമെന്ന് കേട്ടോ. അപ്പോൾ അവർ ഓക്കെ എന്തായാലും കുഴപ്പമില്ല പറഞ്ഞു കേട്ടോ. അവർ അച്ഛനാകുമ്പോൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. എനിക്ക് നാടൻ ഫുഡുകളൊക്കെ ഉണ്ടാക്കാൻ അറിയുള്ളൂ. പിന്നെ ആൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കാണാൻ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്തായാലും ഫസ്റ്റ് ഉണ്ടാക്കുന്നത് എപ്പോഴും സൂപ്പറായിരിക്കും. പക്ഷേ അതേ സാധനം രണ്ടാമത് ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ രുചി വേറെ ആയിരിക്കും കേട്ടോ. നന്നാവില്ല എന്നല്ല, പക്ഷേ രുചിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവേ. അപ്പോൾ ആളവിടെ അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ അടുക്കളയിൽ ഭയങ്കര കളിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. അപ്പം ഞാനും ഇങ്ങനെ പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇതുപോലെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്നത് കിട്ടുമ്പോൾ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതെന്താണെന്ന് അറിയില്ല കേട്ടോ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ കേട്ടോ ഉപയോഗിക്കുന്നത്. അത് ഒഴിച്ചിട്ട് എന്നിട്ട് നമ്മുടെ കാബേജിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മൊരിയിച്ചിട്ടല്ല, ജസ്റ്റ് ഒന്ന് വെറുതെ വാട്ടിയെടുക്കുക കേട്ടോ. അതിൽ പാളത്തിൽ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇടുന്നുണ്ട്. കുറച്ച് കേട്ടോ, ഒരുപാട് സ്പൈസി ആയ കുട്ടികൾ കഴിക്കില്ലല്ലോ. അപ്പോൾ ഒരു പേരിന് കുറച്ചൊക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കും. അതിന് ശേഷം അത് ഓരോ സാൻഡ്വിച്ച് പോലെ അല്ലെങ്കിൽ ഒരു ഓംപ്ലേറ്റിൻ്റെ ഒരു ഷേപ്പിൽ ആക്കി വെച്ചിട്ട് അതിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അങ്ങനെ ഉപ്പും കുരുമുളക് പൊടി വീണ്ടും അതിൻ്റെ മുകളിലിട്ടിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ, മറിച്ചിട്ടിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. അതുപോലെ ആൾ ബിരിയാണിയും പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. നമ്മുടെ നാടൻ രീതിയിലല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആളുടെ ഒരു ഉള്ളിൽ നിന്ന് കഴിവെടുത്തിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് സാധനങ്ങൾ ചേർത്ത് എന്താ പറയുക സ്പെഷ്യൽ ടേസ്റ്റിലാണ് ഉണ്ടാക്കി തരിക ആളുടെ ഒരു റെസിപ്പിയിൽ. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ സാൻഡ്വിച്ച്, ബർഗർ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ, നമ്മുടെ ഹോം മെയ്ഡായിട്ട്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റല്ലേ. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ അത്ര കേടുമില്ലല്ലോ നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ, അല്ലേ? അതല്ലേ നല്ലത്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കില്ല എന്നല്ല കേട്ടോ, പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തുനിന്ന് കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ആളെപ്പോഴും വാങ്ങി തരില്ല കേട്ടോ. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസത്തേക്ക് നോക്കുക വേണ്ട, 6 മാസമൊക്കെ കഴിഞ്ഞ് മെല്ലെ വാങ്ങി തരുള്ളൂ കേട്ടോ. അത് ഒരിക്കൽ വാങ്ങി തന്നാൽ പിന്നെ പറയും ഇനി അടുത്ത കാലത്തൊന്നും വാങ്ങി തരില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും വീട്ടിലുണ്ടാക്കി കഴിച്ചോളൂ, ഞാൻ എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം, ഹോട്ടലിൽ നിന്ന് വാങ്ങി തരില്ല പറയും കേട്ടോ. പക്ഷേ അവർ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ ഹോട്ടൽ ഫുഡ് കഴിക്കാൻ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയൊക്കെ വീട്ടിൽ നിന്ന് വരികയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വാങ്ങിയിട്ട് വരാൻ പറയും കേട്ടോ. നമ്മുടെ മന്തിയൊക്കെ അങ്ങനെയാണ് കേട്ടോ. എന്നാലും ആൾ വാങ്ങിത്തരും, പക്ഷെ അതുപോലെ എപ്പോഴെങ്കിലും ഒക്കെ വാങ്ങിത്തരുള്ളൂ. അത് കുട്ടികൾക്ക് പെട്ടെന്ന് ദഹിക്കാത്ത പ്രശ്നം വരുമല്ലോ, അതുകൊണ്ട് മാത്രം കേട്ടോ. നമ്മുടെ ആ കാബേജ് ഓംപ്ലേറ്റ് ഒക്കെ റെഡി ആയപ്പോൾ ആൾ അതിനെ ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം ആപ്പിൾ എടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കിയാൽ ആപ്പിളിൻ്റെ തൊലി നേരെ കട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആൾ പിന്നെ പ്ലം എടുത്തു. പ്ലമ്മിൻ്റെ തൊലി ഇത് കറക്റ്റായി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല വൃത്തിയിൽ കട്ട് ചെയ്ത് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ആൾ നല്ല ഭംഗിയായി ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. അതുപോലെ എന്ത് ഫുഡ് ആൾ കൊടുക്കുകയാണെങ്കിൽ ആ ഡെക്കറേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും കേട്ടോ. അതുപോലെ നമ്മൾ മുട്ടയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വെറുതെ ഒന്ന് പുഴുങ്ങിയിട്ട് അങ്ങനെ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കും. പക്ഷേ ആളെങ്ങനെ അറിയാം, അത് കട്ട് ചെയ്ത് അതിൽ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കുക. അതുകൊണ്ട് തന്നെ കുട്ടികൾ വേഗം കഴിക്കും കേട്ടോ. ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുട്ട തന്നെ അവർക്ക് എന്തൊരു പാടാണെന്നറിയോ. അങ്ങനെ ഉണ്ടാക്കി വന്ന് കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നെ അന്തം വിട്ടു കേട്ടോ. സൂപ്പറാണല്ലോ പറഞ്ഞിട്ട് അവർ കഴിച്ച് നോക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൾ എനിക്കും തരുന്നുണ്ട് കേട്ടോ. ഞാനും കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കുട്ടികൾ പറഞ്ഞു നാളെ അമ്മ ഇതുപോലെ വീണ്ടും ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഓക്കെ നമുക്ക് ഉണ്ടാക്കാം നാളെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യണം, ഇനിയും കാണണം. ഓക്കെ ബൈ, ടാറ്റ, ബൈ ബൈ, സീ യു. പിന്നെ ഒരു കാര്യം, ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ, സീ യു.